മൂത്താവൻ്റെ പെരേക്ക് ഇങ്ങനെ പോകുന്നപ്പോഴാണ് ഇപ്പോൾ പത്രത്തിൽ മൈജിൻ്റെ ഓഫർ നടക്കുന്നുണ്ട്. മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്, എക്സ്മാസ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ കൊടുത്തേക്കണ്. ഡിസംബർ 28 മുതൽ 31 വരെ ഉണ്ട്. ഇന്നലത്തെ പത്രമാണിത്. എന്നാലും 31-ാം തീയതി വരെ ഉണ്ട്. ടി വികളുടെ ഏറ്റവും മികച്ച വിലക്കുറവിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുത്തേക്കണ കാര്യങ്ങൾ. ടി വിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കണല്ലോ, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാം. ഇവിടെ ഫോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലിപ്പോൾ ഇവിടെ ഏറ്റവും മെച്ചമായിട്ട് തോന്നുന്നൊരു സംഗതിയാണ് സാംസങ് ഗാലക്സി S23 67,000 റുപ്യക്ക് 8 GB 256 GB വേരിയൻറ്റിന് 66,999 റുപ്യ, അതായത് 67 റുപ്യ 67 റുപ്യ കൊടുത്താൽ സാധനം കിട്ടും. അതിലൊരു ഓപ്ഷനായിട്ട് തോന്നിച്ച്. കാരണം സെക്കൻഡ് വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഒരു സെക്കൻഡ് ഒരു 8 മാസം വാറണ്ടി ഇല്ല, അല്ലെങ്കിൽ 5 മാസം വാറണ്ടി ഇല്ല വാങ്ങുകയാണെങ്കിൽ തന്നെ 50-55 റേറ്റൊക്കെ എത്തും. ഇതോടെ ഫ്രഷ് കിട്ടുമ്പോൾ 67 റുപ്യക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. പിന്നെ സാംസങ് ഗാലക്സി S23 അൾട്ര 1,07,000 റുപ്യക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഉറുപ്പ്യ കുറവുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ 1,24,000 കാണിക്കുന്നത്. അപ്പോൾ 24,999. അപ്പോൾ 1,25,000 കൊടുത്താൽ സാധനം കിട്ടുന്നില്ല നിൽക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ വെച്ചാൽ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക. ഗാലക്സി S23 അൾട്ര 1,00,000 മേലേക്ക് പോകേണ്ട സംഗതി. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ എന്തായാലും. പിന്നെ iPhone 15 നമ്മൾ നോക്കുമ്പോൾ 128 GB 128 GB ആണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. എന്നാലും വില പ്രൈസ് ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഓൺലൈനെക്കാട്ടിൽ നല്ലൊരു ഓഫറാണ് കിട്ടുന്നത്. ഓൺലൈനിൽ 77,000 റുപ്യാണ്. 79,900 സാധനത്തിന് 77,000 റേറ്റാണ് കാണിക്കുന്നത്. ഇവിടെ മൈജിയിൽ 74,900. അപ്പോൾ അതാണ് ലാഭം. മോഡ്യൂൾ മേടിച്ച 128 GB ഒരു ബേസ് വേരിയൻ്റ് അല്ലാതായി മാറിയിരിക്കണം. അതെങ്കിലും വേണം എന്നുള്ളൊരവസ്ഥയ്ക്ക് 128 GB എത്തിക്കണം. അപ്പോൾ പിന്നെ അതെങ്കിലും വേണം എന്നുള്ളതല്ല നമുക്ക് വേണ്ട, അതിലേറെ കൂടുതൽ വേണ്ട. അപ്പോൾ 286 ഇട്ടിക്കണമെങ്കിൽ വെച്ചബിൾ ആയിരുന്നു. പിന്നെ iPhone 13 128 GB വിൽക്കുന്നത്. 128 GB 59,900 വിൽക്കുന്നത്. ആ റേറ്റാണ് ഉള്ളത്. 53,900 വിൽക്കുന്നത്. അഭിപ്രായത്തിൽ ആ റേറ്റിനൊന്നും ആ ഫോണില്ല. ഈ ഓഫറിൽ കൊടുത്ത ഈ പ്രൈസിന് പോലും ആ ഒരു ഫോൺ ഇപ്പം അല്ല. പറയേണ്ടി വരും, എന്തായാലും പറയേണ്ടി വരും. അഭിപ്രായത്തിൽ ഒരു 45-40 അതിനൊക്കെ ഫ്രഷ് കൊടുക്കണം. സെക്കൻഡിൽ തന്നെ അതിലേറെ വില ഉണ്ട്, പക്ഷേ അതിമാത്രമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ പറയണം. പിന്നെ ഇവിടെ MIൻ്റെ കുറച്ച് 13C ഓപ്പോൻ്റെ A79 അതൊക്കെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഈ Y200 വിവോൻ്റെ Y200 പറയുന്ന ഈ ഒരു ഐറ്റ് 5G ആണ്. 8 GB 128 GB 27,999 റുപ്യാണ് ഇതിൻ്റെ കാണിക്കണം. ഇതിന് മൈജി ഒരു സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ പറയണില്ല. അപ്പോൾ അങ്ങോട്ട് വരാനാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഞാനിതിൽ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില നോക്കിയപ്പോൾ 21,999 രൂപയാണ് ഉള്ളത്. പക്ഷേ 21,999 റുപ്യക്ക് കിട്ടുന്നുണ്ട്. സംഗതി 6 റുപ്യ ഓഫർ ഉണ്ട്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഫോണിന് 27,000 കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇനിയിപ്പോൾ ആ ഓഫറിൽ കിട്ടിയ പൈസ ഉണ്ടല്ലോ 21,999, അത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇതിലില്ല. അതിൽ മാത്രമേ ഒരു ഫോണിലൊരു സംഗതി ഞാൻ കണ്ടിട്ടില്ല. സ്നാപ്ഡ്രാഗൺ 4 Gen 1 പറയുന്ന പ്രൊസസ്സറാണുള്ളത്. 5G ആണ്. 48 MPൻ്റെ ഒരു 64 മെഗാ പിക്സലോ 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഉണ്ട്. 120 Hz സ്ക്രീൻ, റിഫ്രഷ് റേറ്റ്, AMOLED ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ഫ്ലിപ്കാർട്ടിൽ ഇത് 21,000 റുപ്യക്ക് 22,000 റുപ്യക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസിന് പോലും ആ ഓഫറിൽ 6,000 റുപ്യ കുറഞ്ഞല്ലോ. ഇപ്പോൾ 6,000 കുറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രൈസിന് പോലും എന്താവണില്ല, ഈ ഒരു സംഗതി ഒക്കണില്ല എന്ന് തന്നെ പറയണം. ഇറച്ചിക്കാരൻ പോകുന്നുണ്ടായില്ലേ. അപ്പോൾ 6,000 റുപ്യ കുറഞ്ഞിട്ടും, അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 22,000 റുപ്യാണെന്ന് പറഞ്ഞല്ലോ,
ആ ഒരു പ്രൈസിന് പോലും ഇത് വെക്കണില്ല എന്ന് തന്നെ പറയണം. കാരണം ഇതൊരു 10 റുപ്യ കിട്ടുകയാണെങ്കിൽ മേടിച്ചോളി, അതിനുള്ള സാധനമുള്ളത് 10 to 15 ഈ സാധനം കിട്ടുകയാണെങ്കിൽ മേടിച്ചാൽ മതി. ഇതൊന്നും ഇപ്പോൾ നിർബന്ധമുള്ള കാര്യം പറയില്ല. ഈ ഫോണിന് ഇപ്പോൾ ഇത് ഇത്ര വില കൊടുത്തത് എന്തിനാണ്, എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞാൻ ചോദിച്ചത്. വല്ല നോക്കിയക്കോ അതല്ലെങ്കിൽ ഓപ്പോക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിലാണ് ചെയ്യണം നമ്മൾ അതുപോലെ. പിന്നെ കുറേ ഫ്രിഡ്ജും ഇതൊക്കെ ഉണ്ട്. കായിലുള്ള എന്താ വെച്ചാൽ ചെയ്യുക. എൻ്റെ ബ്രദർ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് പിന്നെ നിങ്ങൾ ചിന്തിക്കുക. ഇത് ഒരു ഭാഗത്ത് കൊള്ളൂല ഈ പ്രൈസിന് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ഇതാണ് ഇതല്ലൊരു നാക്കബിലിറ്റിയാണ്, 108 GB ആണെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇതിനെ കാട്ടിൻ പായിപ്പിച്ച വേറെ പരിപാടിയില്ല ഇതിൽ. അപ്പോൾ മൈജിൻ്റെ ഓഫറാണ് നടക്കുന്നത്. സംഗതി എക്സസ് മാസ് സെയിൽ തുടരുന്നു, നാളെയും കൂടി ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നോക്കിയാണ്ട് ചെയ്യുക ഞങ്ങൾ.